ഓ ഡൽഹിയിൽ പാറ്റകളൊന്നും എത്തിയില്ല. രാവിലെ 9 മണി 10 മണിക്കൊക്കെ ഒരു മനുഷ്യനുമില്ല. വേറെ കുറേ മാധ്യമ പ്രവർത്തകരും പിന്നെ നമ്മുടെ പോലീസും അതുപോലെ തന്നെ പട്ടാളവും ഒക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ആരും വരുന്നൊന്നുമില്ല. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും അഭിജിത്ത് ദീപ്ക ആണെങ്കിൽ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി എല്ലാവരും പുറത്തു പോയി. കൂടെയുള്ള ഫ്ലൈറ്റ് ക്രൂ വരെ പുറത്തു പോയിട്ടും പുള്ളിനെ പുറത്തോട്ട് വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഡൽഹി എയർപോർട്ടിൻ്റെ പുറത്താണെങ്കിലും കുറഞ്ഞ ആളുകൾ, കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട് എന്നല്ലാണ്ട് ഇവനെ നോക്കാനും പിടിക്കാനും ആരും വന്നിട്ടൊന്നുമില്ല. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധത്തിന് പെർമിഷനും കൊടുത്ത് നമ്മുടെ ഡൽഹി പാർലമെൻ്ററി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പെർമിഷനും കിട്ടി. അങ്ങനെ നോർമലായിട്ട് രാവിലെ 9 മണി 9:30 10 മണിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിജിത്ത് ദീപ്ക പുറത്തോട്ട് വന്നു. അവിടുന്ന് അറസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആരുമില്ല. ആകെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ മാധ്യമപ്രവർത്തകരാണെന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വെറുതെ ഈ ഈയാമ്പാറ്റകളെ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊന്തി അങ്ങോട്ട് താന്നു അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ അയച്ചങ്ങ് കൊടുത്തായിരുന്നു. ഒരു 10 മണിയായപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എത്തി. അഭിജിത്ത് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 10:05 പിന്നെ 10:10 ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ വന്ന് 10:30 ആയപ്പോഴേക്കും ആ കണ്ട എല്ലാ സിനാരിയോസും അല്ലെങ്കിൽ എല്ലാ അവസ്ഥയും അങ്ങോട്ട് മാറി. രാവിലെ മുതൽ നമ്മുടെ മലയാളി പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ കുറേയൊക്കെ ഇത് ഫീച്ചർ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പൊതുവെ ഗോദി മീഡിയ 1-2 വാർത്തകൾ മാത്രം ഇതങ്ങ് ഒതുക്കി. ഗോദി മീഡിയ വേറെ പല കാര്യങ്ങളും അല്ല മോദിയുടെ സ്തുതിയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10:30 മണിയായപ്പോഴേക്കും അവിടുത്തെ സ്ഥിതി ആകെ മാറി. അവിടുന്ന് സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്ക് ഇൻ്റർനെറ്റ് സൗകര്യം വരെ ജാമായി പോണ ഒരവസ്ഥയിലോട്ട് അവിടെ എത്തി. ആയിരക്കണക്കിന് ആൾക്കാരാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വീഡിയോ ഒക്കെ ബ്ലറായിട്ടാണ് വരുന്നത് കേട്ടോ. പല ചാനലുകളിലും അവിടുത്തെ ഡയറക്റ്റ് ലൈവ് വീഡിയോ വരുന്നത് കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലറായിട്ടാണ്. ഒന്നും അത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് തടിച്ചു കൂടി കഴിഞ്ഞാൽ അവിടുന്ന് ഇൻ്റർനെറ്റ് ജാമാവും, ഉറപ്പാണ്. ഇൻ്റർനെറ്റ് കിട്ടില്ല എന്നുള്ളത്. ആ അവസ്ഥയിൽ ഇപ്പോൾ ഏകദേശം 11 മണിയായി. അപ്പോഴേക്കും അഭിജിത്ത് ദീപ്ക അങ്ങോട്ട് എത്തി. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ കണ്ടതിൽ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ നേതാക്കളൊന്നും ഇല്ലാത്ത ഒരു പ്രതിഷേധ ഇത്രയും ആളുകൾ കൂടുക എന്നുള്ളത് അത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി കണ്ടതിൽ ഏറ്റവും വലിയൊരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇരച്ചെത്തുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ആളുകളെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വരെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാരം കയ്യിൽ നിന്ന് പോകുക എന്നുള്ളത് തന്നെയാണ്. ഈയാമ്പാറ്റകളല്ല, ജസ്റ്റ് അങ്ങ് പൊന്തി താവുന്ന പാറ്റകളല്ല. ആ പാറ്റകൾ ഏകദേശം ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന BJPയുടെ അടിവാര് അല്ലെങ്കിൽ അടിനാരിൻ്റെ മേലെ ഇങ്ങനെ കടി തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ എടുത്തു പറയാനുള്ള കാരണം, ഇങ്ങോട്ട് വരുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് എത്തിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തൊന്നും അല്ലെങ്കിൽ BJP ഭരിക്കാത്ത സ്ഥലത്തൊന്നും അല്ല. BJP ഭരിക്കുന്ന പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാനിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ബീഹാറിൽ നിന്നുണ്ട്, അസാമിൽ നിന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള എക്സാമുകളും ബാക്കി കാര്യങ്ങളും എല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ. എവിടെയൊക്കെയാണോ BJP ഭരിക്കുന്നത് അവിടുത്തെ എക്സാമുകളാണ് ഏറ്റവും കൂടുതൽ അട്ടിമറിക്കുന്നത്. അതിന് മുൻപന്തിയിൽ തന്നെ BJP നേതാക്കളും അവരുടെ മക്കളും അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ CBSE എടുത്ത് നോക്കിയാൽ, നീറ്റ് എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ ഒക്കെ എന്താ പറയുക ഓഫീസേഴ്സ് ആണ് ഇതിൻ്റെ അട്ടിമറിയുടെ മെയിൻ ആളുകൾ. ഇവർക്കെതിരെ പ്രതിഷേധം അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ആദ്യത്തെ കുറച്ചു കാലം മിണ്ടാണ്ടിരുന്നു. മെനഞ്ഞാന്ന് പോയി നടപടി എടുത്തു. നമ്മൾ വിചാരിച്ചു എന്തോ വലിയ നടപടിയാണ്. ഒന്നുമില്ല, അവരെ സ്ഥലം മാറ്റി. അവരെ ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു നടപടിയാണ് എടുത്തത്. അതല്ല, ഇതിൻ്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിനെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ തന്നെ മാറ്റണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഈ ഒരു വലിയ ജനക്കൂട്ടം അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. മോദിയുടെ വിശ്വസ്തനാണ്, മോദിയുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് തന്നെ മോദി ഇതുവരെ വാ തുറന്നിട്ടില്ല. മോദി മറ്റ് പല സ്ഥലത്തും വാ തുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തും പോലെ വളയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യത്തിന് മോദി ഇതുവരെ വാ തുറക്കുകയില്ല, തുറന്ന് ശീലമില്ല. പരിചയമില്ലാത്ത കാര്യങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കുന്നതിന് നല്ലത്. ഇനി മിണ്ടിക്കഴിഞ്ഞാൽ അത് വലിയ സംഖ്യകളെ സംബന്ധിച്ച് വലിയ അബദ്ധമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ മിണ്ടാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും വരാം. ഏതാണെങ്കിലും ആ സമരത്തിൻ്റെ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ആളുകൾ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തെ പരിപാടിയാണ്. രാവിലെ 9 മണി അല്ല 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പ്രകടനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഓൺലൈൻ കൂട്ടായ്മ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ്. അങ്ങോട്ട് എത്തിയ ആളുകളുടെ കയ്യിൽ ഒരുപാട് വലിയ വലിയ ഫ്ലക്സുകളും നേതാക്കളുടെ ഫോട്ടോസും ഒന്നും അല്ല ഉള്ളത്. അവരുടെ കയ്യിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചെറിയ ചെറിയ പ്ലക്കാർഡുകൾ, ചെറിയ ചെറിയ ബോർഡുകൾ, എല്ലാവരുടെ കയ്യിൽ പൂക്കളുമാണുള്ളത്. കാരണം
ആ പരിപാടിക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ BJPയുടെ ഒരു പരിപാടിക്ക് വരുന്ന ആളുകളോട് കയ്യിൽ കരുതാൻ പറയുന്നതാണ് കുറുവടി, വാള്, പാര, ബോംബ്, കത്തി, ഇതൊക്കെയാണ് കരുതാൻ പറയാറ്. പക്ഷേ പിന്നെ മോദിയുടെ കുറേ പ്ലക്കാർഡ് ഉണ്ട് അല്ലേ, മോദിയുടെ തല, കണ്ണ്, മൂക്ക്, നാക്ക്, മോദി എന്താ പറയുക പല പല ഡ്രസ്സുകളിൽ മാറി മാറി വരുന്നു. ഇവിടെ അതൊന്നുമല്ല. നിങ്ങൾ വരുമ്പോൾ കയ്യിലൊരു പൂക്കൾ കരുതണം. ആ പൂക്കൾ അവിടെ വരുന്ന പോലീസുകാർക്കും പട്ടാളക്കാർക്കും നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ സമാധാനപരമായിട്ടുള്ള ഒരു സമരം കാഴ്ചവെക്കുന്ന പറഞ്ഞത്. അവിടെ വന്ന ആളുകളിൽ കൂടുതലും അത് തന്നെയാണ്, അവരുടെ കയ്യിൽ പൂക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്, അല്ലാതെ വടിയും പാരയും ഒന്നുമല്ല, ബോംബൊന്നുമല്ല. ഇത് മാത്രമല്ല, ഈ ഒരു പരിപാടിക്ക് എന്താ പറയുക സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ പ്രകാശ് രാജിനെ പോലത്തെ ആളുകൾ, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഫോക്കസ് ചെയ്ത് നോക്കിക്കണ്ണുന്ന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ തെറ്റുകുറ്റങ്ങൾ അപ്പം പറയുന്ന പ്രകാശ് രാജിനെ പോലത്തെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സോനം വാങ്ചുക്ക് അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല, ആളും അങ്ങോട്ട് എത്തും എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ വന്നു കഴിഞ്ഞ് മറ്റ് സപ്പോർട്ടുകളും കൂടെ കിട്ടുമ്പോൾ ഇതൊരു വലിയ പ്രക്ഷോഭം തന്നെയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് മാത്രമല്ല, ഇടത് വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള SFI അതുപോലെ മറ്റ് ചില 1-2 സംഘടനകളൊക്കെ അതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും JNUന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരുപാടൊന്നും, കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ജോലിയും പഠിച്ചിട്ട് അവർക്ക് ജോലിയിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത, ജോലി അവസരങ്ങൾ ഏറ്റവും കുറവുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം പുതിയ അപ്ഡേറ്റുകൾ എന്താ നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇതാണ് പാറ്റ അത്ര നിസാരക്കാരനല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ജനക്കൂട്ടാണ് അവിടെ ഉള്ളത്.